ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2022 റിലീസായ വീക്ക് ഹീറോ ക്ലാസ് 1 എന്ന ഒരു ആക്ഷൻ ത്രില്ലർ സീരീസാണ്. മൊത്തം 8 എപ്പിസോഡുകളാണ് ഈ സീരീസിലുള്ളത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ബോധമില്ലാതെ കിടക്കുന്ന യാങ്സൂനെയാണ്. അവിടെ വക്കീൽ ആ ബോഡി ഏൽപ്പിക്കാൻ ഒരു ടീമിനെ വിളിക്കും. സിയോക്കിൻ്റെ ഫ്രണ്ട്സിനോട് ഡിറ്റക്റ്റീവ്സ് ഇപ്പോൾ എത്തും, പറഞ്ഞ പോലെ ചെയ്യണം. എന്ത് ചെയ്യണമെന്നാ പറഞ്ഞ് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യുന്നതിനിടയ്ക്ക് ഇവൻ റെസ്റ്റ് എടുക്കാൻ പോയപ്പോൾ ബോധം കെട്ട് വീണു എന്ന് പറയാനായിരിക്കും അവരോട് പറയുക. എന്നിട്ട് യാങ്സൂനെ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകും. മറ്റവന്മാർക്ക് പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ അവർ ഡിറ്റക്റ്റീവ്സിനോടും പറയും. വക്കീൽ യാങ്സൂവിൻ്റെ ഫോൺ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ സിയൂൺ മെസ്സേജ് അയച്ചതായി കാണും. നീ എവിടെയാണെന്ന് ചോദിച്ച്. അപ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്യുക, പിന്നെ മെസ്സേജ് അയക്കാമെന്ന് വക്കീൽ തന്നെ റിപ്ലൈ കൊടുക്കും. എന്നിട്ട് യാങ്സൂവിൻ്റെ പോക്കറ്റിലേക്ക് മൊബൈൽ വെക്കും. സിയൂൺ അവനെ എത്ര വിളിക്കുന്നുണ്ടെങ്കിലും അവനെ കിട്ടുന്നുണ്ടാവില്ല. ശേഷം ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞ സിയോക്കിൻ്റെ അച്ഛൻ അവനെ തല്ലാൻ തുടങ്ങും. നീയൊക്കെ ഒരു മനുഷ്യനാണോടാ? നീ ഫിലിപ്പീൻസിൽ ചെന്നിറങ്ങുന്ന സമയം നിന്നെ ഞാൻ തന്നെ കൊല്ലും. വിമാനത്തിൽ കയറുന്നത് വരെയുള്ള മുഴുവൻ സമയവും ഇവനെ ഒന്ന് നിരീക്ഷിച്ചേക്കണമെന്ന് അസിസ്റ്റൻറ്റിനോട് പറയും. ശേഷം സിയൂൺ പതിവ് പോലെ നേരത്തെ തന്നെ സ്കൂളിലേക്ക് എത്തും. അവൻ യാങ്സു ഇരിക്കുന്ന ബെഞ്ചിലേക്ക് കുറച്ചു നേരം നോക്കി നിൽക്കും. ലിയൂൺ അവനെ ഞാൻ അന്വേഷിക്കാം, നീ വീട്ടിലേക്ക് പൊക്കോ, നാളെ എക്സാം അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവനെ സ്കൂളിലേക്ക് അയച്ചത്. ശേഷം സിയൂണിനാണെങ്കിൽ നേരാവണ്ണം എക്സാം എഴുതാൻ പോലും പറ്റുന്നുണ്ടാവില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ലിയൂണിൻ്റെ മിസ് കോൾ കാണും. എന്നിട്ട് തിരിച്ചു വിളിക്കുമ്പോൾ അവൾ കരയുന്ന ശബ്ദമായിരിക്കും അവൻ കേൾക്കുന്നത്. ആ പ്രാന്തൻ സിയോക്ക് അവനത് ചെയ്തടാ. ആരോ വന്ന് ഹോസ്പിറ്റൽ ബില്ല് മുഴുവൻ അടക്കാമെന്ന് പറഞ്ഞപ്പോൾ യാങ്സുവിൻ്റെ അമ്മൂമ്മ ഏതോ ഒരു കോൺട്രാക്റ്റിൽ ഒപ്പിട്ട് കൊടുത്തു. ശേഷം സിയൂൺ അവനുള്ള ഹോസ്പിറ്റലിലേക്ക് വരും. അവൻ്റെ അമ്മൂമ്മ യാങ്സുവിൻ്റെ കൂട്ടുകാരനാണല്ലേ സിയൂൺ. അവിടെ വെച്ച് അവൻ്റെ കണ്ണ് നിറയും. അവൻ്റെ കോമയിലിരിക്കുന്ന ആ അവസ്ഥ കണ്ട് തേങ്ങി തേങ്ങി അവൻ കരയാൻ തുടങ്ങും. ലിയൂൺ അവനോട് നിനക്ക് നാളെയും എക്സാം ഉള്ളതല്ലേ, സ്കൂളിൽ പോവണ്ടേ, ഇവിടെ ഞാൻ നിൽക്കാം, നീ പൊക്കോന്ന് പറയും. അവൻ നീ റെസ്റ്റ് എടുക്ക്, ഞാൻ നിൽക്കാമെന്ന് പറയുന്നു. ശേഷം രാവിലെ സിയോക്കിനോട് പോയി കുളിക്ക്, പോകുന്ന വഴിക്ക് സ്കൂളിൽ കയറാൻ MP പറഞ്ഞിട്ടുണ്ട്, ടീച്ചർമാരോടെല്ലാം യാത്ര പറഞ്ഞോ. അപ്പോഴും അവൻ യാങ്സൂൻ ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നായിരിക്കും ചോദിക്കുന്നത്. അവന് ജീവനുണ്ട്, അവൻ ജീവനോടെ ഇരിക്കണമെങ്കിൽ MP പറയുന്നത് പോലെ ചെയ്യണം. ഇന്നത്തെ എക്സാം എഴുതാൻ സിയോക്കും സ്കൂളിലേക്ക് പോകുന്നുണ്ടാവും. എന്നിട്ട് അവിടുന്ന് TC വാങ്ങി ഇറങ്ങാനായിരിക്കും. ശേഷം സിയൂൺ ഇന്നലെ രാത്രി മൊത്തം യാങ്സൂവിന് കാവലിരുന്നത് കൊണ്ട് ഇന്നലെ ഉറങ്ങിയിട്ട് പോലും ഉണ്ടാവില്ല. അതിൻ്റെ ക്ഷീണം അവൻ്റെ മുഖത്ത് തന്നെ ഉണ്ടാവും. അവൻ നേരെ ചെല്ലുന്നത് വേറൊരു സ്കൂളിലേക്കാണ്, യോങ്ബിൻ ഇപ്പോൾ പഠിക്കുന്ന സ്കൂളിലേക്ക്. അവിടെ എത്തി കുറച്ച് സ്റ്റുഡൻസിനോട് യോങ്ബിൻ ഏത് ക്ലാസ്സിലാണെന്നറിയോ എന്ന് ചോദിക്കും. ശേഷം യോങ്ബിൻ അങ്ങനെ ക്ലാസ്സിലെത്തും. അപ്പോൾ തന്നെ അവിടെയുള്ള എല്ലാവരും അവനെ തന്നെ നോക്കാൻ തുടങ്ങും. അവനൊന്നും മനസ്സിലാവില്ല. അവൻ എവിടെയെന്ന് ചോദിക്കും. ആര്? പെട്ടെന്നൊരു പേനയെടുത്ത് കഴുത്തിനിട്ട് കുത്തും. ആ ബോക്സിങ് ചെയ്യുന്നവൻ നിന്റെ കൂട്ടുകാരൻ തന്നെ. അപ്പോൾ അവൻ സ്കൂളിലെ ജിമ്മിലുണ്ടാവുമെന്ന് പറയും. അവനായിരുന്നു ഇങ്ങനെ ചെയ്തത്? എനിക്കറിയില്ല, ഇന്നലെ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, അവർ അയച്ചു തന്ന വീഡിയോ കാണുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എന്ത് വീഡിയോ എന്ന് ചോദിക്കും. അപ്പോൾ എനിക്കതുമായി ഒരു ബന്ധവുമില്ല, സിയോക്കാണ് ഇതിൻ്റെ പിന്നിൽ. എന്നിട്ട് ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് മോന്തക്കെട്ടൊന്ന് കൊടുക്കും. എന്നിട്ട് അവൻ ആ വീഡിയോ നോക്കുമ്പോൾ അതിൽ സിയോക്ക് അവനെ ചവിട്ടിക്കൂട്ടുന്നതായിരിക്കും കാണുന്നത്. ശേഷം സിയോക്ക് പോകുന്നതിനിടയിൽ പെട്ടെന്ന് ലിയൂൺ വന്ന് തടഞ്ഞ് നീ അല്ലടാ യാങ്സുവിനോട് അങ്ങനെ ചെയ്തത്, കാറിൽ നിന്ന് ഇറങ്ങടാന്ന് പറഞ്ഞ് ഡോറ് പിടിച്ചു വലിക്കാൻ തുടങ്ങും. അവൻ്റെ ജീവിതം നശിപ്പിക്കാൻ മാത്രം നീ ആരാടാ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടും. ഈ സമയം അസിസ്റ്റൻ്റ് വന്ന് പിടിച്ചു മാറ്റും. ഇത് കണ്ട അവൻ്റെ അച്ഛൻ ദേഷ്യത്തോടെ 4 തെറി മുഖത്ത് നോക്കി വിളിക്കും. ഇവൻ എന്തൊക്കെയാ ചെയ്തു വെച്ചേക്കുന്നതെന്ന രീതിയിൽ. അവൻ പുറത്തിറങ്ങി അവളുടെ അടുത്ത് ചെന്ന് നീ ഞങ്ങൾക്കിടയിൽ വന്നതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, നീ വരുന്നതിന് മുമ്പ് ഞങ്ങൾ നല്ല കൂട്ടായിരുന്നു. എന്നിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. ഇതും കേട്ട് സ്റ്റക്കായി നിൽക്കുകയാണ് ലിയൂൺ. ശേഷം സിയൂൺ ഒരു വടിയായി നേരെ അവൻ ജിമ്മിലേക്ക് ചെല്ലും. അവിടെ വുയോങ് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിക്കാൻ നിൽക്കുമ്പോഴേക്കും അവൻ മാറിക്കളയും. എന്നിട്ട് 2 ഇടി കൊടുക്കുകയും ചെയ്യും. നീ ചിന്തിക്കുന്നത് എനിക്ക് കാണാടാ. അവിടുന്ന് യാങ്സു അവന് പഠിപ്പിച്ചു കൊടുത്ത ചില ടെക്നിക്സ് അവൻ പ്രയോഗിക്കാൻ നോക്കും.
നിനക്കെന്നെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ച് അവന് കുറേ ഇടി കൊടുക്കാൻ തുടങ്ങും. കുറച്ച് കഴിഞ്ഞ് അവൻ്റെ ഷൂ ലേസ് വലിച്ചെടുത്ത് അത് വെച്ച് അവൻ്റെ കഴുത്ത് ഞെരിക്കാൻ തുടങ്ങുന്നു. പെട്ടെന്ന് അവൻ നിൽക്ക് ഒരു സെക്കൻഡ്. സിയോക്ക് അവൻ്റെ തലയിൽ നിർത്താതെ ചവിട്ടിയത് കൊണ്ടാണ് അവൻ അങ്ങനെയായത്. എനിക്കതുമായി യാതൊരു ബന്ധവുമില്ല. ഞാൻ അവനായിട്ട് ബോക്സിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പ്ലീസ് നമുക്കിത് നിർത്താം. എനിക്ക് തെറ്റുപറ്റി. സിയൂൺ സോറി എന്നോട് പറയണ്ട എന്ന് പറഞ്ഞ് അവൻ്റെ അടുത്ത കാലും കൂടെ ആ ഡമ്പൽ വെച്ച് ചതച്ച് കളയും. അവൻ വേദന കൊണ്ട് അലറാൻ തുടങ്ങുന്നു. എന്നിട്ട് അവൻ അവിടെ നിന്നിറങ്ങി നേരെ അവൻ്റെ സ്വന്തം സ്കൂളിലേക്ക് പോകാൻ നിൽക്കുന്നു. ശേഷം സിയോക്കും അവൻ്റെ അച്ഛനും സ്കൂളിലെത്തും. അവിടെ അച്ഛനെ സ്വാഗതം ചെയ്യാൻ കുറച്ച് ആളുകളും ഉണ്ടാവും. ശേഷം അവിടുത്തെ പ്രിൻസിപ്പാളിനോട് അവൻ്റെ അച്ഛൻ, ഇവിടുത്തെ ഒരു സ്റ്റുഡൻറ്റിന് നല്ല പോലെ പരിക്ക് പറ്റിയെന്ന് കേട്ടല്ലോ. അതെ, അവൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാൻ പോയി. അപ്പോഴാ ബോധം കെട്ട് വീണത് എന്ന് പറയും. ശേഷം ക്ലാസ്സിലെല്ലാവരും എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സിയൂൺ അപ്പോഴും അവിടെ എത്തിയിട്ടുണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞായിരിക്കും അവൻ അവിടെ എത്തുന്നത്. അവിടെയുള്ള ഒരു ഫയർ എക്സ്റ്റിങ്ഷർ എടുത്ത് അവൻ നേരെ ക്ലാസ്സിലേക്ക് ചെല്ലും. ടീച്ചർ, നീ എന്തായി ചെയ്യുന്നത്? നിന്റെ ഷർട്ടിലൊക്കെ എന്താ ചോര എന്ന് ചോദിക്കും. എന്നിട്ട് നേരെ സിയോക്കിൻ്റെ അടുത്തേക്ക് ചെല്ലും. നിന്നോട് ഞാൻ പറഞ്ഞതായിരുന്നില്ലേ എല്ലാം നിർത്താൻ. സിയോക്ക്, എന്നെ തല്ലിക്കോ. നമ്മൾ മൂന്നാളും നല്ല കൂട്ടായിരുന്നില്ലേ. പെട്ടെന്ന് അവനെ നിലത്തേക്ക് വലിച്ചിടും. എന്നിട്ട് അടിക്കാൻ നിൽക്കുമ്പോൾ അവന് പറ്റുന്നുണ്ടാവില്ല. എന്തിനാടാ നീ ഇത് ചെയ്തത്? സിയോണിന് അത്രയും ദേഷ്യവും വിഷമവും വരുന്നുണ്ടായിരുന്നു. സിയോക്ക് അവൻ്റെ ഫ്രണ്ടായിരുന്നത് കൊണ്ട് മാത്രം അവനത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അവൻ അതിന് പറ്റാതെ അവിടുന്ന് പോകുന്നു. പുറത്ത് എല്ലാവരും തടിച്ചുകൂടി നിൽക്കുന്നുണ്ടാവും. ആ നേരം അവിടേക്ക് സിയോക്കിൻ്റെ അച്ഛനും സാറുമാരും ടീച്ചേഴ്സും ഒക്കെ എത്തും. സാറുമാർ സിയോണിനെ വിളിച്ച് ആശ്വസിപ്പിക്കാൻ നോക്കുമ്പോഴും അവൻ്റെ ദേഷ്യം മാറാതെ അവിടെയുള്ള ചില്ലൊക്കെ അടിച്ചു പൊട്ടിക്കും. നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടേ എന്ന് ചോദിച്ച് കരയാൻ തുടങ്ങും. അങ്ങനെ അവനവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ശേഷം അവർ 3 പേരുള്ള അടിപൊളി മൊമെൻറ്റ്സൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. സിയോക്കിനെ അവൻ്റെ അച്ഛൻ ഫിലിപ്പീൻസിലേക്ക് അയക്കും. സിയൂൺ യാങ്സുവിനോട് ഇങ്ങനെ പറയും, ലിയൂൺ ഇതെല്ലാം അവളുടെ തെറ്റാണെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് സോറി ചോദിച്ചു. കാര്യങ്ങൾ അറിയാൻ അവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട്. പക്ഷെ അവൾ എന്നെ വിളിക്കാറില്ല. സിയോക്കിൻ്റെ അച്ഛൻ ഞാൻ സത്യങ്ങളൊന്നും പറയാതിരിക്കാൻ എന്നെ നിർബന്ധമായി സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യിച്ചു. പക്ഷെ സിയോളിലെ എല്ലാ സ്കൂളുകളും എന്നെ എടുക്കാതിരിക്കാനുള്ളതെല്ലാം അയാൾ ചെയ്തിരുന്നു. അതുകൊണ്ട് ദൂരെ ഒരു സ്കൂളിലായിരിക്കും അവന് അഡ്മിഷൻ കിട്ടുന്നത്. അങ്ങനെ സ്കൂളിലെത്തും. അവൻ്റെ അമ്മ, ഞങ്ങളും വരാം. നിൻ്റെ പുതിയ ക്ലാസ് ടീച്ചറിനെ എനിക്കൊന്ന് പരിചയപ്പെടണമെന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാമെന്ന് പറയും. അച്ഛൻ, നീ നന്നായി ചെയ്തറാ, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ശേഷം ആ ക്ലാസ്സിലാണെങ്കിൽ അവൻ്റെ ആദ്യത്തെ ക്ലാസ്സിനേക്കാളും അലമ്പ് ബുള്ളീസ് ആയിരിക്കും അവിടെ ഉള്ളത്. സാറ് വന്ന് ഒക്കത്തിൻ്റെയും മണ്ടക്ക് തട്ടി എല്ലാത്തിനെയും ഇരുത്തും. ഇത് ട്രാൻസ്ഫറായി വന്ന സ്റ്റുഡൻ്റാണ്. എന്നിട്ട് സിയൂൺ അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ സമയം എല്ലാവരും കിടന്ന് ചിരിക്കും. അങ്ങനെ ഇരുന്ന സമയം തന്നെ ഒരുത്തൻ വന്ന് ഡെസ്ക് മേലൊരു ചവിട്ട് കൊടുക്കും. അയ്യോ, നിൻ്റെ നോട്ടം കണ്ട് പേടിയാവുന്നു, കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോടാ. എന്നിട്ട് ബുക്കൊക്കെ തട്ടിത്തെറിപ്പിക്കും. ഇനി നീയാണ് ഞങ്ങളുടെ അടിമ. അപ്പോൾ സിയൂൺ, നിങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെയുണ്ട്. നിൻ്റെ ഷോ കഴിഞ്ഞോ? നിനക്കെന്താടാ, നിൻ്റെ തൊള്ള ഞാനിന്ന് കീറുമെന്ന് പറയും. സിയൂൺ ഒരു പേനയെടുത്ത് കുറേ നേരം അവനെ തന്നെ നോക്കിയിരിക്കും. പിന്നെ എന്താ ഉണ്ടായിന്ന് പറയണ്ടല്ലോ. അങ്ങനെ എപ്പിസോഡ് അവസാനിച്ചു എന്ന് വിചാരിച്ചിരിക്കുന്ന സമയം ഒരു ടെയിലൻ്റ് കാണിക്കുന്നത്. സിയൂണിൻ്റെ ഫോട്ടോ ഒരാൾക്ക് കാണിച്ചു കൊടുത്ത്, ഇവൻ സിയൂൺ ഈ അടുത്തായി സ്കൂൾ ട്രാൻസ്ഫറായി വന്നതാണ്. ഇവൻ അസോസിയേഷൻ സ്ഥാനാർത്ഥിയായ ബോക്സർ വുയോങ്ങിനെ ഇടിച്ചു എന്ന് പറയും. ഇതൊക്കെ കയ്യിൽ ടാറ്റു ഒക്കെ അടിച്ച ഒരാളോടായിരിക്കും പറയുന്നത്. അങ്ങനെ ഇതും കാണിച്ചുകൊണ്ടാണ് ഈ സീരീസ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത സീസൺ ഇടണമെങ്കിൽ ഉടനെ തന്നെ സീസൺ 2 എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.